പ്രിയമുള്ളവരെ, 5 ജില്ലകൾ പിന്നിട്ട് 6ാമത്തെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ ഈ ജാഥ കടന്നപ്പോൾ ജാഥയിലുണ്ടായ വൻപിച്ച പങ്കാളിത്തവും, പ്രവർത്തകരുടെ പങ്കാളിത്തവും, ജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെയും ജനവിരുദ്ധ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായുള്ള ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് ഈ ജനക്കൂട്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം, കാലാവസ്ഥ ഈ വേനൽ ചൂട് സഹിക്കാവുന്നതിലും വലിയ ചൂടാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പൊക്കെ വേനൽ ഉണ്ടായിട്ടുണ്ട്, ചൂടുണ്ടായിട്ടുണ്ട്, കനത്ത ചൂട്. പക്ഷേ ഈ വർഷം ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും കടുത്ത ചൂട് അടുത്ത കാലത്തൊന്നും നാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ കടുത്ത ചൂടിലും ഈ കടുത്ത വേനലിലും KPCCയുടെ അമരക്കാരൻ K. സുധാകരനും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന സമരാഗ്നിയിൽ അണിനിരക്കുന്ന ലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, അത് ഈ കേരളത്തിന്റെ വികാരമാണ്, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വികാരമാണ്. നമുക്കറിയാം, പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തി. ആ നവകേരള സദസ്സിൽ കുറെ ആളുകൾ വന്നു. അവരെങ്ങനെയാ വന്നത്? ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന ഈ സമരാഗ്നിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? നിങ്ങളെ നിങ്ങളുടെ തൊഴില് ഇല്ലാതാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളെ വിരട്ടി ഭീഷണിപ്പെടുത്തി നിർബന്ധിപ്പിച്ച് നിങ്ങളുടെ തൊഴിലുറപ്പ് തരില്ല, അല്ലെങ്കിൽ അംഗൻവാടി കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാദേശികമായി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ വന്നത്? അല്ലല്ലോ. നിങ്ങൾ ഈ സമരാഗ്നിയിൽ അണിചേരാൻ വന്നത് ഈ നരികെട്ട ഭരണകൂടങ്ങൾക്കെതിരായുള്ള ശക്തമായ ഈ നാടിന്റെ വികാരം അറിയിക്കാനാണ്. എന്നാൽ പിണറായി വിജയൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ആഡംബരപൂർണമായ, ആർഭാടപൂർണമായ നവകേരള സദസ്സിലും ആളുകൾ വന്നു. അവരെങ്ങനെയാ വന്നത്? മനസ്സില്ലാ മനസ്സോടെയാ വന്നത്. 80% ആളുകളും നവകേരള സദസ്സിൽ പെട്ടവർ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറഞ്ഞു, നവകേരള സദസ്സിൽ നിങ്ങൾ പോയില്ലെങ്കിൽ, നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പില്ല, മാസ്റ്റർ റോളിൽ നിന്ന് നിങ്ങളുടെ പേര് നീക്കും. പാവം പിടിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആ വരുമാനം കൊണ്ട് മാത്രം നിത്യവൃത്തി കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, പടച്ചോമ്പരാനെ, ഈ കാലമാടന്മാര് ഈ ഇതിന് ചെന്നില്ലെങ്കിൽ, ഈ നവകേരള സദസ്സിന് ചെന്നില്ലെങ്കിൽ യൗമാര് നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടുമല്ലോ എന്ന് കരുതി മനസ്സില്ല മനസ്സോടെ അവിടെ പോയിരുന്നു. പിണറായി എന്തു പറഞ്ഞെന്ന് പോലും അവർ ശ്രദ്ധിച്ചില്ല. പിണറായിയുടെ പ്രസംഗം തുടങ്ങി പകുതിയായപ്പോൾ ആളുകളെല്ലാം എണീറ്റ് പോയി, കസേരകളെല്ലാം കാലിയായി. ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇവരെയൊക്കെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് ഭരണത്തിന്റെ അല്ലെങ്കിൽ ഈ അധികാരങ്ങളെല്ലാം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തിയത് 140 നിയോജകമണ്ഡലങ്ങളിൽ. എനിക്ക് ഉറപ്പുണ്ട്, ഞാനിതാ നിങ്ങളെ സാക്ഷ്യത്തിൽ പറയുന്നു, പിണറായി വിജയന്റെ നവകേരള സദസ്സിൽ പങ്കെടുത്ത 80% ആളുകളും LDFനെതിരായി വോട്ട് ചെയ്യുന്നവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ മനസ്സ് ഇവിടെയായിരുന്നു, നമ്മളോടൊപ്പമായിരുന്നു. ആ നവകേരള സദസ്സിൽ പങ്കെടുത്ത 80% പാവപ്പെട്ട തൊഴിലാളികളും സാധാരണക്കാരും പെൻഷൻ കിട്ടാത്തവരും ശമ്പളം കിട്ടാത്തവരും ആനുകൂല്യങ്ങൾ കിട്ടാത്തവരുമായ ആളുകൾ അവിടെ പോയെങ്കിൽ അവരുടെ ശരീരം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് മൊത്തം UDFനോടൊപ്പമായിരുന്നു, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമായിരുന്നു. ഞാനിവിടെ ശ്രമിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സും ശ്രീ K. സുധാകരന്റെയും അതോടൊപ്പം തന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരാഗ്നിയും തമ്മിലുള്ള വ്യത്യാസം അത് വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. ശരിയല്ലേ? യാഥാർത്ഥ്യമല്ലേ? നമ്മൾ പറഞ്ഞതിലും തെറ്റുണ്ടോ? നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല, ആരെയും നിർബന്ധിച്ചില്ല. എല്ലാവരും ഈ സമരാഗ്നിയിൽ കണ്ണികളാകാൻ എത്തിച്ചേർന്നതാണ്. യാതൊരു സംശയവുമില്ല. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നാടും നഗരവും ഇളക്കി മറിയിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയാണം ആരംഭിച്ചിരിക്കുന്ന ഈ സമരാഗ്നി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്, യാതൊരു സംശയമില്ല, ജനരോഷത്തിൽ ഈ ഗവൺമെന്റ് ചാമ്പലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സമരാഗ്നി എന്ന് പറയുന്നത് ജനരോഷം ആളി കത്തിച്ച് അഗ്നിയാക്കി
മാറ്റി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഈ ദുർഭരണത്തെയും കേന്ദ്രത്തിലെ BJPയുടെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തെയും ഈ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഒരു സമരത്തിന്റെ മുന്നേറ്റമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിയിരിക്കുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഞാൻ വടക്കഞ്ചേരിയിൽ മുമ്പും ഞാനും ഷാനിയുമൊക്കെ അല്ലേ മുമ്പും പല യാത്രകളിൽ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ബിന്ദുകൃഷ്ണയും പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും എല്ലാവരും അന്നൊന്നും കാണാത്ത വലിയ ആവേശമാണ് നിങ്ങളിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ CBRM ഷെരീഫ് പറഞ്ഞ് ആവർത്തിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 UDF ജയിച്ചതെങ്കിൽ ഇതാ ഈ സമരാഗ്നിയിലൂടെ പ്രഖ്യാപിക്കുന്നു 20-ൽ 20 സീറ്റും UDF നേടും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ വലിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടോ രമ്യ ഹരിദാസ് ഇവിടെ തോക്കുമെന്ന്? ഇവിടെ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ, ചില പത്രക്കാർക്കും ചില ചാനലുകാരും സർവേ ആയിട്ട് ഇറങ്ങിയ ചില ചാനലുകാരും ഒക്കെ അവർ മാത്രമാണ് പറയുന്നത്. പക്ഷേ ആലത്തൂരിലെ ജനങ്ങൾക്ക് ഒരു സംശയമില്ല. ആലത്തൂരിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു സംശയവുമില്ല. CPMന്റെ സ്ഥാനാർത്ഥിയുടെ പട്ടികയൊക്കെ ഇവിടെ വന്നു തുടങ്ങി. ഇടയ്ക്ക് ഞാൻ കേട്ടു PK ബിജു വീണ്ടും മത്സരിക്കാൻ വരുന്നത്. എന്നാ പിന്നെ രക്ഷപ്പെട്ട് ഇടയ്ക്ക് എങ്ങനെ കേട്ടു ഇനി PK ബിജുവിനെ തന്നെ ഒന്നുകൂടെ ഇറങ്ങിയ എന്നാ പിന്നെ രക്ഷപ്പെട്ട്. ആരോ വന്നോട്ടെ, ഏത് കൊലക്കൊമ്പന്മാർ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നിർത്തിയാലും അടുത്ത ലോക്സഭയിലും ആലത്തൂരിൽ നിന്ന് പോകാൻ പോകുന്നത് രമ്യ ഹരിദാസ് എന്ന ജനകീയ MP ആയിരിക്കും. അതാണ് ഈ കാണുന്ന ജനക്കൂട്ടം അല്ലെ. ആലത്തൂര്, തരൂര്, നെന്മാറ, ചിറ്റൂർ, ഇത്രയും നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങളാണ്, പാർട്ടി പ്രവർത്തകരാണ്, തൊഴിലാളികളാണ്, സാധാരണക്കാരാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഞാൻ മറ്റ് കാര്യങ്ങളെ കടക്കുന്നില്ല. നമുക്കറിയാം ഇത് കേരളം കരയുകയാണ്. കേരളത്തിൽ വയനാട്ടിലെ വന്യജീവികളുടെ ആക്രമണം കൊണ്ട് അവിടുത്തെ ആളുകൾ എത്ര പേരാ മരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയനെ ഒരു കുലുക്കവുമില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയന് ആരെ കൊന്നാലും ആന ചവിട്ടി കൊന്നാലും കടുവ കടിച്ചു കൊന്നാലും പിണറായി വിജയൻ ഒരു കുലുക്കവുമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഓർക്കുകയാണ്. ഞാൻ MP ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓർക്കുകയാണ്. AK ആന്റണി സാർ രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴാണ് സുനാമി ഉണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുനാമി. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. നമ്മുടെ പല ജില്ലകളിലും, കൊല്ലം ജില്ലയിലെ ആലപ്പാട്, ആലപ്പുഴ ജില്ലയിലെ അന്ധകാരനാഴി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും സുനാമി ബാധിച്ച് ആയിരക്കണക്കിന് വീടുകൾ നശിച്ചു, നിരവധി പേർ മരിച്ചു. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആ സുനാമി ഉണ്ടായി 2 മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം സുനാമി പ്രദേശം സന്ദർശിച്ചത്, സുനാമി അപകടത്തിൽപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചത്. എന്നാൽ പിണറായി വിജയനെ ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ കണ്ടില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഒരു വെളിപ്പാട് അകലെ പൂന്തുറയിലാണ് ഓഖി ഉണ്ടായത്. മാസങ്ങൾ കഴിഞ്ഞ് നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി വന്നപ്പോൾ അവരോടൊപ്പം വലിയ തുറയിൽ ചെന്നു. അവരോടിച്ചു. മുഖ്യമന്ത്രി കാറിൽ കയറി പോകേണ്ടി വന്നു. അതുപോലെ പ്രളയം വന്നപ്പോഴും, അതോടൊപ്പം തന്നെ കോവിഡ് വന്നപ്പോഴൊന്നും പിണറായി വിജയൻ എങ്ങും പോയില്ല. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനപക്ഷത്ത് പ്രവർത്തിച്ച ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നോ? നവകേരള സദസ്സിനെ എന്താണ്, പാവപ്പെട്ടവരെ കണ്ടില്ല. അദ്ദേഹം പൗരപ്രമുഖന്മാരെയാണ് കാണുന്നത്. പൗരപ്രമുഖന്മാരെ മാത്രം കാണുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ പൗരപ്രമുഖന്മാരുമായി രാവിലെ പ്രഭാത ഭക്ഷണം എന്തൊക്കെയാണ് ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? ചാനലുകളിൽ കണ്ടില്ലേ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നില്ലേ? മട്ടൺ സ്റ്റൂ, അപ്പം, പിന്നെ കരിമീൻ പൊള്ളിച്ചത് എന്ന് വേണ്ട. പ്രഭാത ഭക്ഷണത്തിൽ കാരണഭൂതനായ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി കഴിച്ച ആഹാരമാണ്. അത് നിങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ പാവപ്പെട്ടവരെ മുഖ്യമന്ത്രി കണ്ടോ? നവകേരള സദസ്സിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഒരു നിവേദനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ 14 ജില്ലകളിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ രാവിലെ 8 മണിക്ക് നിന്ന് ജനങ്ങളുടെ പരാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കിയ
പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഒരേ നിപ്പിൽ നിന്നുകൊണ്ട് 10,000-കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് ജനകീയനായ ഉമ്മൻചാണ്ടി. എന്നാൽ പിണറായി വിജയൻ ഈ നവകേരള നടത്തി ആലത്തൂരും വന്നു. ആലത്തൂരിൽ വന്നപ്പോൾ ആർക്കെങ്കിലും ഒരു പെൻഷന്റെ പേപ്പർ കൊടുക്കാൻ നേരിട്ട് കൈ കൊടുക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും അവരുടെ പരാതികളോ പരിവേദനകളോ നേരിട്ട് മുഖ്യമന്ത്രിയോട് പറയാൻ സമയം കിട്ടിയോ? 10-15 കൗണ്ടറുകൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരുത്തി അപേക്ഷ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അവിടെ കൊടുത്ത അപേക്ഷകളെല്ലാം തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും തഹസീൽദാരും തള്ളിക്കളഞ്ഞ അതേ അപേക്ഷകളാണ് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തത്. മുഖ്യമന്ത്രി എങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നവകേരള സദസ്സിൽ കൊടുത്തത്. പക്ഷേ ആ പരാതികൾ പറ്റില്ലെന്ന് പറഞ്ഞ, ആ പരാതികളിന്മേൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അതേ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുക. ആലോചിച്ച് നോക്കിയേ. അതേ ഉദ്യോഗസ്ഥന്റെ അടുത്ത്, പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് കൊടുത്തു, വില്ലേജ് ഓഫീസറെ അടുത്ത് കൊടുത്തു, തഹസീൽദാരെ അടുത്ത് കൊടുത്തു, കളക്ടറെ അടുത്ത് കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്ത ആവശ്യങ്ങളാണ് പാവപ്പെട്ടവർ കൊണ്ടുപോയി കൗണ്ടറിൽ കൊടുത്തത്. ആ പരാതികൾക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയാം? നിങ്ങൾ വില്ലേജ് ഓഫീസറെ പോയി കാണാൻ പറഞ്ഞു. ഇതാണ് നവകേരള സദസ്. ആർക്ക് എന്ത് പ്രയോജനമുണ്ടായി? നവകേരള 35 ദിവസക്കാലം 1.25 കോടി രൂപയുടെ ആഡംബര ബസ്സിൽ ലിഫ്റ്റ് സഹിതം പിന്നെ മലമൂത്ര വിസർജനത്തിന് ബസ്സിൽ തന്നെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി 20 മന്ത്രിമാരും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് എന്ത് പ്രയോജനമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായതെന്ന് പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ? ഇനിയിപ്പോ പറയുന്നു മുഖാമുഖം പരിപാടി വരുന്നെന്ന. പിന്നെ ഇവരുടെ മുഖം കണ്ടാ മതി, നന്നായിരിക്കും. നവകേരള സദസ്സിന് ശേഷം പിണറായി വിജയനും 19 മന്ത്രിമാരും മുഖാമുഖം പരിപാടിയുമായി ജനങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാ? എന്ത് കാര്യത്തിനായി ഈ മുഖാമുഖം പരിപാടി? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഈ മന്ത്രിമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ വയനാട്ടിലേക്ക് പോകൂ. വയനാട്ടിലെ പാവപ്പെട്ട കർഷകരെ ആന ചവിട്ടിക്കൊല്ലുന്നു. വയനാട്ടിലെ പാവപ്പെട്ട കർഷകരെ കടുവ, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കടുവയും പുലിയും കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങി അവരുടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം നിലനിൽക്കുന്നു വയനാട്ടിൽ. അല്ലയോ മുഖ്യമന്ത്രി, അല്ലയോ കാരണഭൂത, ഒന്ന് അങ്ങോട്ട് പോകൂ, വയനാട്ടിലേക്ക് ചെല്ലൂ. അവിടെ ചെന്നിരുന്ന് അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിപ്പാട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അതിന് എന്താണ് പ്രതിവിധി എന്ന് കണ്ടെത്തൂ. എന്താ? കാട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ? കർണാടകത്തിൽ കാടില്ലേ? തമിഴ്നാട്ടിൽ വനമില്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ വനമില്ലേ? അവിടെയും വന്യമൃഗങ്ങളില്ലേ? അവിടെയും ഉണ്ട്, ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കാട്ടിൽ തന്നെയാണ്. എന്നാൽ കേരളത്തിൽ മാത്രം ഈ വനത്തിൽ കിടക്കുന്ന ഈ വന്യമൃഗങ്ങൾ എങ്ങനെയാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാട് ഇവിടെ മാത്രമല്ലല്ലോ, വനം നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ സംസ്ഥാനവും തൊട്ടടുത്ത തമിഴ്നാട്, നിങ്ങൾ ഇതിന്റെ തൊട്ടടുത്താണല്ലോ തമിഴ്നാട്, ആളിയാറും പറമ്പിക്കുളവും ഒക്കെ. അവിടെയും കാടില്ലേ? അവിടെയും ആനയില്ലേ? അവിടെയും കടുവയില്ലേ? അവിടെയും പുലിയില്ലേ? അവിടെയും മറ്റ് വന്യമൃഗങ്ങളില്ലേ? അതെന്താ പുറത്തോട്ട് ഇറങ്ങാത്തെ? അവരെന്താ? തമിഴ്നാട് ശക്തമായ വന്യമൃഗങ്ങൾ, വന്യജീവികൾ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ, കൃഷിക്കാരെ ഉപദ്രവിക്കാൻ അവർ ശക്തമായ ഫെൻസിങ് നടത്തി വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ പാർപ്പിക്കുവാനുള്ള ബൃഹത്തായ നടപടികളാണ് തമിഴ്നാടും കർണാടകവും മറ്റ് സംസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ ഈ കേരളത്തിൽ മാത്രമാണ് ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. കേരളത്തിലൊരു വനം മന്ത്രി ഉണ്ടോ? ആരാണ് നമ്മുടെ വനം മന്ത്രി? ആ പാർട്ടി തന്നെ ഏതാണ്ട് നാല് ആ പാർട്ടി NCP തന്നെ ഇപ്പോൾ 4 or 5 കഷണമായി. അതിൽ ഏത് കഷണമാണ് ഈ AK ശശീന്ദ്രൻ അറിയത്തില്ല. ഒരു വനം വകുപ്പ് മന്ത്രി, പ്രഗത്ഭനായ ശ്രീ K സുധാകരൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇവിടെ വരുന്ന KPCCയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ AK ആന്റണിയുടെ ഗവൺമെന്റ് 4 വർഷക്കാലം 3.5 വർഷക്കാലം വനം വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വനം മന്ത്രിയായിരുന്നു ശ്രീ K സുധാകരൻ. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ആനയും ഒരു കടുവയും ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റുകൾ അധികാരത്തിലിരുന്നപ്പോഴൊന്നും ഒരു വന്യമൃഗവും വന്യജീവികളും കാടിന് പുറത്തു വന്ന് ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ്. ഇന്നെന്താ അവസ്ഥ?
ഇന്നെന്താ അവസ്ഥ? നിങ്ങൾ TV കണ്ടാൽ, പത്രം വായിച്ചാൽ സങ്കടം, നമുക്ക് കരയാൻ തോന്നും. ആ കുഞ്ഞുങ്ങൾ, ആ മരിച്ച അജീഷിന്റെയും പോളിന്റെയും പെൺമക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ച വാക്കുകൾ കേട്ടാൽ, അവരുടെ ആ സങ്കടം അത് നമ്മളൊന്ന് കേട്ടാൽ ഹൃദയമുള്ളവർ കരഞ്ഞു പോകും. എന്നാ പിണറായി വിജയന് ഹൃദയമില്ല, ഇരട്ട ചങ്കനാണെന്നൊക്കെ പറയുന്നെങ്കിലും അത് ഓട്ടച്ചങ്കാണെന്ന് എന്നേ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും പിണറായി വിജയന് ബാധകമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. വയനാട്ടിലെ സ്ഥിതിയാണ്. മുഖ്യമന്ത്രി അവിടെ പോയില്ല, ഇതുവരെയും പോയില്ല, പോകാൻ പ്ലാനും ഇട്ടിട്ടില്ല. ദൗത്യ സംഘമില്ല, ദൗത്യ സംഘത്തെ അങ്ങോട്ട് അയച്ചിട്ടില്ല. എന്നാൽ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ഭാരത് ജോഡോ യാത്ര എത്തി. അദ്ദേഹം അവിടെ ജാഥ നിർത്തിവെച്ചിട്ട് തന്റെ പാർലമെന്റ് മണ്ഡലമായ വയനാട്ടിലേക്ക് ഇന്ന് രാത്രി എത്തുകയാണ് എന്നുള്ളത് ഞാൻ യോസിഫ് പറയാൻ ആഗ്രഹിക്കാം. നമുക്കറിയാം, മണിപ്പൂരിൽ നിന്ന് 30-35 ദിവസങ്ങൾക്ക് മുമ്പ് യാത്ര ആരംഭിച്ച രണ്ടാം ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിൽ എത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് മധ്യപ്രദേശിലേക്കും അവിടെ നിന്ന് രാജസ്ഥാൻ, ഗുജറാത്ത് വഴി ബോംബെയിൽ എത്തുമ്പോഴാണ് ഈ രണ്ടാം ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ? ആദ്യത്തെ യാത്ര നമ്മുടെ കേരളത്തിലൂടെ കടന്നുപോയി, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. രണ്ടാം ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വം നൽകുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ അസ്തിത്വം തകർന്നിരിക്കുന്നു. നമ്മുടെ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിഭജിച്ചിരിക്കുന്നു. വർഗീയ വിഷം കുത്തിവെച്ച് ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കി വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം ഈ രാജ്യത്ത് വിളമ്പിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിവിധ തട്ടിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ അസ്തിത്വം തകർത്തിരിക്കുന്നു. അങ്ങനെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയുടെ അസ്തിത്വം തകർത്തുവെങ്കിൽ, ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിച്ചുവെങ്കിൽ, ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, ഇന്ത്യയുടെ അസ്തിത്വം തിരിച്ചു പിടിക്കാൻ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. ആ ഭാരത് ജോഡോ യാത്ര അദ്ദേഹം നിർത്തിവെച്ചിരിക്കുന്നു UP-ൽ. അവിടെ നിന്ന് അദ്ദേഹം ഇന്ന് രാത്രി വിമാനമാർഗം കണ്ണൂരിലെത്തും. നാളെ അദ്ദേഹം വയനാട്ടിൽ പോകും. തന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട വീടുകൾ സന്ദർശിക്കും, പരിക്കേറ്റവരെ സന്ദർശിക്കും. വയനാട് കളക്ടറേറ്റിൽ അദ്ദേഹം യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയെ അദ്ദേഹം ഫോണിൽ വിളിക്കും. ആദ്യം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ടു. നിങ്ങൾക്കറിയാം, പത്രങ്ങളിൽ വായിച്ചു. ആദ്യം ഈ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിളിച്ചു, അദ്ദേഹത്തിന് കത്തെഴുതി. അതുപോലെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ഒരു MP എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ, അസംബ്ലി മണ്ഡലത്തിലെ സംഭവങ്ങൾ ഉണ്ടായാൽ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് രാഹുൽ ഗാന്ധി ആ കടമ നിർവഹിച്ചു. അദ്ദേഹം വയനാട്ടിലുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചും അതുപോലെ കത്തയച്ചും പ്രധാനമന്ത്രിക്ക് കത്തയച്ചും വയനാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ, വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഉറക്കം നടിക്കുക. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, അല്ലേ? ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം. പക്ഷെ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റുമോ? അതാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ അവസ്ഥ. കേരളത്തിന്റെ പിണറായി വിജയനും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ ഇതുവരെയും വയനാട്ടിലേക്ക് പോകാൻ ആലോചിച്ചിട്ടുമില്ല. BRN ഷരീഫ് പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ വരെ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുക. വയനാട്ടിൽ പോയ എന്താ തടസ്സം മുഖ്യമന്ത്രിക്ക്? അദ്ദേഹമല്ലേ അവിടെ പോകേണ്ടത്? അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ട അദ്ദേഹമല്ലേ? ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യേണ്ട അദ്ദേഹമാണ്. കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് അഭ്യർത്ഥിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ, കേരള ഗവൺമെന്റ് അല്ലേ? അവരങ്ങനെ ആവശ്യപ്പെട്ടോ? ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ മുന്നിൽ കത്തെഴുതിയോ? ഇവിടുത്തെ വന്യജീവി ആക്രമണങ്ങളെ തടയുവാൻ കേന്ദ്ര സഹായം വേണം, കൂടുതൽ ഫണ്ട് തരണം, ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് വർദ്ധിപ്പിക്കണം. ഇതൊന്നും ഒരു ചർച്ചയ്ക്കും വിധേയമാക്കിയില്ല, ഒരു ചർച്ചയും നടത്തിയില്ല. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ്. മകളുടെ കാര്യത്തിൽ ആകെ ദുഃഖിതനായിരിക്കുക. മകളെ നിനക്ക് വേണ്ടി എന്നതാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏക ഉദ്ദേശം. മകളെ നിനക്ക് വേണ്ടി എന്ന് മാത്രം
ആ മകളുടെ കാര്യത്തിൽ മാത്രം സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് വയനാട്ടിലെ വന്യജീവി ആക്രമണം, വയനാട്ടിൽ മാത്രമല്ല പാലക്കാട് അട്ടപ്പാടിയിൽ ഉണ്ടായില്ലേ? അട്ടപ്പാടിയിൽ എത്ര പേരെ വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊന്നത്? എത്ര പേരെയാണ് ആനയുടെ ആക്രമണത്തിന് ഇരയായത്? ഇടുക്കിയിൽ, പത്തനംതിട്ടയിൽ, കൊല്ലത്ത്, എല്ലാ വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണം നടക്കുകയാണ്. പക്ഷേ റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതൊക്കെ പോലെ തന്നെയാണ്, അതുപോലെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തുടരുന്നത്. മൂപ്പർക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു കുലുക്കവുമില്ല. മൂപ്പരങ്ങനെ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുക മുഖ്യമന്ത്രിയായി. അതുകൊണ്ട് വയനാട്ടിന്റെ ദുരന്തം, വയനാട്ടിലെ ജനങ്ങൾ, അവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒരു വശത്ത് വന്യജീവികളുടെ ആക്രമണം, മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗത. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനം എന്താണ് കൃഷിക്കാരോട്? ഞാൻ പാലക്കാട്ടെ കൃഷിക്കാരുടെ മുന്നിൽ നിൽക്കുന്നത്, ആലത്തൂരിലെ കൃഷിക്കാരുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടത്തെ പോലെ തന്നെ സങ്കീർണമായ കാർഷിക പ്രശ്നമുള്ള, പാലക്കാട് ജില്ലയെ പോലെ തന്നെ സങ്കീർണമായ കാർഷിക പ്രശ്നമുള്ള ഒരു മണ്ഡലമാണ് ഞാൻ പ്രതികരിക്കുന്ന മാവേലിക്കര മണ്ഡലത്തിലെ കുട്ടനാട്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കുട്ടനാട്ടിലെ പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെൽകൃഷിക്കാരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് പാലക്കാട്ടെ നെൽകൃഷിക്കാരുടെ പ്രശ്നം. രണ്ട് ഗവൺമെന്റ് എന്തിനാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വീണ്ടും സമരരംഗത്ത് വന്നിരിക്കുന്നു? അവർക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചിട്ടില്ല. എന്താണ്? 3 കാർഷിക കരിനിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കി. ഞങ്ങളന്ന് നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞു, നമുക്ക് 140 കോടി ജനങ്ങൾക്ക് അന്നം തരുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ, നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്ലായ കൃഷിക്കാരൻ, ആ കൃഷിക്കാരന്റെ ആ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട കർഷകന്റെ കഞ്ഞിയിൽ പാറ്റയിടരുതെന്ന് സോണിയാഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതിപക്ഷത്തെ പറഞ്ഞത് കേൾക്കാതെ അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ കാർഷിക വിഭവങ്ങൾ കർഷകരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോയി വിവിധ റിലയൻസ് ഫ്രഷ്, മോർ ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റുകൾ തുടങ്ങി അവിടെ വലിയ വിലയ്ക്ക് വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാർലമെന്റിൽ 3 കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയത്. ആ കാർഷിക നിയമങ്ങൾ കരിനിയമങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷക്കാലം കർഷകർ ഡൽഹിയുടെ അതിർത്തിയിൽ സമരം നടത്തി. ആ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. പാർലമെന്റ് പാസാക്കിയ കാർഷിക നിയമങ്ങൾ ഇവർ പിൻവലിച്ചു. അന്ന് ചില ഉറപ്പുകൾ കൊടുത്തു. എന്താണ് ഉറപ്പ്? അന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് സമരം അവസാനിപ്പിച്ചപ്പോൾ കൃഷിക്കാർക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട ഉറപ്പെന്ന് പറയുന്നത് MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ താങ്ങുവില. ഈ താങ്ങുവില അത് നെല്ലിനാകട്ടെ, കരിമ്പിനാകട്ടെ, റബ്ബറിനാകട്ടെ, മറ്റേത് കൃഷിക്കുമാകട്ടെ, താങ്ങുവില ലെജിറ്റിമേറ്റ് ആക്കുക, അത് നിയമപരമാക്കുക. ആ താങ്ങുവില സമയാസമയങ്ങളിൽ ഓരോ വർഷവും സർക്കാർ ഇഷ്ടാനിഷ്ട അനുസരിച്ച് താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് പകരം താങ്ങുവിലയ്ക്ക് ലീഗാലിറ്റി നൽകുക, നിയമപരമായ സാധുത നൽകുക. എന്ന് വെച്ചാൽ നെല്ലിന്റെയും മറ്റ് കാർഷിക വിളകൾക്കും താങ്ങുവില അത് പെർമനന്റ് സംവിധാനം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ പെർമനന്റ് സംവിധാനമല്ല, സർക്കാർ തോന്നുമ്പോൾ താങ്ങുവില പ്രഖ്യാപിക്കാം, സർക്കാരിന് ഇഷ്ടമുള്ള വൈകാൻ. പക്ഷേ കൃഷിക്കാരുടെ ആവശ്യം എന്താണ്? കൃഷിക്കാരുടെ സമരത്തിന്റെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില അത് നിയമപരമായി പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് ആ താങ്ങുവില സ്ഥിരമാക്കുക എന്നുള്ളതാണ്. മോദി കർഷകരെ കബളിപ്പിച്ചു, കേന്ദ്ര സർക്കാർ കർഷകരെ പറ്റിച്ചു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 1 വർഷത്തിന് മുമ്പ് കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. വീണ്ടും കർഷകർ സമരവുമായി വന്നു. ആയിരക്കണക്കിന് കർഷകരും കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രക്കുകളുമായി അവർ ഡൽഹിയിലേക്ക് വന്നു. അവരെങ്ങനെയാണ് അതിർത്തിയിൽ നേരിട്ടത്? അതിർത്തിയിൽ മുമ്പ് എത്ര 76 കർഷകരാണ് കഴിഞ്ഞ സമരത്തിൽ മരിച്ചു വീണതെങ്കിൽ ഇപ്പോൾ 1 കർഷകൻ മരിച്ചിരിക്കുന്നു.
ഓരോ കർഷകനും ഏറ്റ മുറിവുകൾ പത്രങ്ങളിലും ചാനലുകളും വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കർഷകരെ നേരിടുന്നത്? അന്നം തരുന്ന കർഷകൻ, ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, കൃഷിക്കാരെയും നമ്മുടെ ജവാന്മാരെ കുറിച്ച് അഭിമാനകരമായ മുദ്രാവാക്യം വിളിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. ആരാണ്? അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേട്ട നമ്മുടെ രാജ്യത്ത് ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ദീനരോധനങ്ങൾ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക? നമുക്ക് അന്നം തരുന്ന 140 കോടി ജനങ്ങൾക്ക് ആഹാരം കഴിക്കുവാനുള്ള അന്നം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരനോട് മോദി സർക്കാരിന്റെ സമീപനം എന്താണ്? ഇത് തന്നെയാണ് പിണറായി വിജയന്റെ സ്ഥിതി. എന്താണ്? ഞാൻ നെല്ലിന്റെ കാര്യം മാത്രം പറയാം. ഞാൻ അതിൽ എക്സ്പെർട്ടാണ്. കാരണം ഈ നെൽകൃഷിക്കാരുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ നിരന്തരം സമരത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്താണ്? നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ സപ്ലൈകോ അത് സംഭരിക്കും. സപ്ലൈകോ സംഭരിച്ചാൽ 3 ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് കൺസോർഷ്യം ഉണ്ടാക്കുക. എന്നിട്ട് ഈ ബാങ്കുകളോട് പറയും കൃഷിക്കാരന് സംഭരിച്ച നെല്ലിന്റെ വില വായ്പയായി കൊടുക്കാൻ പറയും. നോക്കണേ, നമ്മൾ പാടുപെട്ട് കഷ്ടപ്പെട്ട് വളമിട്ട് ഒരു നിലമുരുക്കി നെല്ല് ഉൽപ്പാദിപ്പിച്ച് അത് നമ്മൾ സപ്ലൈകോയിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് നേരിട്ട് ഒരു 15 ദിവസത്തിനകമെങ്കിലും നമ്മളിൽ നിന്ന് സംഭരിച്ച, കൃഷിക്കാരന് സംഭരിച്ച നെല്ലിന്റെ വില നേരിട്ട് സപ്ലൈകോ നമ്മുടെ അക്കൗണ്ടിൽ തരുന്നതിന് പകരം സർക്കാർ എന്താ ചെയ്യുന്നത്? 3-4 ബാങ്കുകളുമായി കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ബാങ്കിനോട് പറയും അവർക്ക് വായ്പയായി അവരുടെ വില കൊടുക്കാൻ പറയും. വായ്പയായി വില കൊടുത്താൽ സർക്കാർ ഇത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ, സർക്കാർ ബാങ്കിന് ഈ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ കടക്കാരാവും. ജപ്തി നോട്ടീസ് നമുക്ക് വരും. സിബിൽ സ്കോറിൽ നമ്മൾ കടക്കാരായി മാറിയാൽ NBA ആയി മാറും, സിബിൽ സ്കോറിലാവും. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വായ്പ ചോദിച്ചാൽ തരത്തില്ല. സിബിൽ സ്കോർ അടിച്ചു നോക്കുമ്പോൾ നമ്മൾ കടക്കാരനാണ്. ഏതാ? നെല്ലിന്റെ വില വാങ്ങിച്ചത് സർക്കാരാണ്, ജാമ്യം നിന്നത് സർക്കാർ അടയ്ക്കേണ്ടത്. സർക്കാർ അടയ്ക്കാത്തതിന്റെ ഉത്തരവാദിയായി ആരാണ് വരുന്നത്? കൃഷിക്കാരൻ. ആ കൃഷിക്കാരൻ അവൻ സിബിൽ സ്കോറിൽ വന്നാൽ പിന്നെ ഒരു ലോണും അവന് കിട്ടത്തില്ല. വിദ്യാഭ്യാസം കിട്ടില്ല, പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പൈസ കിട്ടത്തില്ല, പിന്നെ ഒന്നും പറ്റില്ല. കുട്ടനാട്ടിൽ 2 കർഷകരാണ്, അമ്പലപ്പുഴയിലെ രാജപ്പനും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ തകഴിയിലെ പ്രസാദ്, KG പ്രസാദ്, 2 പേർ ആത്മഹത്യ ചെയ്തു. 2 പേരും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു. എന്തൊരു അപരിഷ്കൃതമായ നയമാണ്! ഞാനും നിങ്ങളും നമ്മുടെ പാടത്ത് കഷ്ടപ്പെട്ട് കടമെടുത്ത് ബാങ്കുകളിൽ നിന്നും മറ്റു വട്ടിപ്പലിശക്കാരിൽ നിന്നും കടമെടുത്ത് കൃഷി ചെയ്ത് ആ കൃഷി ചെയ്ത് നെല്ലുൽപാദിപ്പിച്ച് സപ്ലൈകോയ്ക്ക് കൊടുത്താൽ അതിന്റെ വില നമുക്ക് നേരിട്ട് തരുന്നതിന് പകരം നമ്മളെ കടക്കാരനാക്കി ബാങ്കിൽ നിന്ന് വായ്പ തന്നിട്ട് ആ വായ്പ തന്ന സർക്കാർ പണം തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ നമ്മൾ കടക്കാരനാകുന്നു. ജപ്തി നോട്ടീസ് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. സിബിൽ സ്കോറിൽ നമ്മൾ കടക്കാരനായി മാറുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോണും കിട്ടത്തില്ല. ഇത് എത്ര പ്രാകൃതമായ ഒരു നടപടിയാണ്! ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ആന്റണി ഭരിച്ചപ്പോഴോ, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴോ, കരുണാകരൻ ഭരിച്ചപ്പോഴോ, ഈവൻ അച്യുതാനന്ദൻ ഭരിച്ചപ്പോൾ പോലും, അല്ലെങ്കിൽ നായനാർ ഭരിച്ചപ്പോൾ പോലും ഈ ഒരു പ്രതിസന്ധി നെൽകൃഷിക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് പാലക്കാട്ടെയും കുട്ടനാട്ടിലെയും നെൽകൃഷിക്കാർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. എല്ലാവർക്കും ഇനിയും പുഞ്ചയുടെ 2ാം കൃഷിയുടെ പണം ഇനിയും കിട്ടാനുണ്ട്. പുഞ്ച കൃഷിയുടെ പണം കിട്ടാനുണ്ട്. വേനൽ മഴയുണ്ടായി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അങ്ങനെ കേന്ദ്രത്തിലെ മോദി സർക്കാർ ബുള്ളറ്റ് കൊണ്ടും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് കൊണ്ടും, റബ്ബർ ബുള്ളറ്റ്, ടിയർ ഗ്യാസ്, അതോടൊപ്പം തന്നെ അള്ളു വെച്ച ലാത്തിക്കകത്ത് ലാത്തിയില് മുള്ളു വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെച്ചടിച്ച് പുറം മൊത്തം വേദനിപ്പിക്കുക. ഇതാണ് കൃഷിക്കാരനോട് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഒരു കാലത്ത് വിളിച്ച് ഇപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷിക്കാരോട് മോദി സർക്കാരിന്റെ സമീപനം ഇതാണ്. കേരളത്തിലോ പിണറായി വിജയൻ കൃഷിക്കാരോട്, ഈ പിണറായി വിജയന്റെ സർക്കാർ കാണിക്കുന്ന നയം എന്താണ്? ആത്മഹത്യയില്ലാതെ ഒരു മാർഗവുമില്ല. കൃഷിയിൽ നിന്ന് ആളുകൾ അകലുന്നു. പുതിയ തലമുറ ആരും കൃഷിയിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? സർക്കാരിന്റെ സമീപനം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാർഷിക മേഖലയാകെ തകർന്നു. കൃഷിക്കാരന് രക്ഷയില്ലാത്ത അവസ്ഥ.
രണ്ട് ഗവൺമെന്റുകളും, മോദി ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവർക്ക് അഴിമതി മാത്രമാണ് ലക്ഷ്യം. ഇവർക്ക് മോദി സർക്കാരിനാണെങ്കിൽ അഴിമതിയും അതോ വർഗീയ ഫാസിസവും ഫാസിസ്റ്റ് നടപടികൾ ഇവിടെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക. പ്രതിപക്ഷം വേണ്ട എന്നാണ് മോദിയും BJPയും പറയുന്നത്. പ്രതിപക്ഷത്തെ വായടപ്പിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇല്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ചാണ് നരേന്ദ്രമോദിയും BJPയും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റിൽ ഞാനടക്കം രമ്യ ഹരിദാസ് അടക്കം 146 MPമാരെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 146 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തിട്ട് പാർലമെന്റിൽ നിയമം പാസാക്കിയ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയാണ്, ഏകാധിപതിയായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ 146 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് സുപ്രധാനമായ നിയമങ്ങൾ പാസാക്കിയ ഒരു ഭരണകൂടം? എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തകർക്കപ്പെടുന്നു. ജനാധിപത്യം അതിനി ഒരു മരീചികയായി മാറാൻ പോവുകയാണ്. നമ്മുടെ ഭരണഘടന പൊളിച്ചെഴുതാൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ അവസാനത്തെ അഭയമായ ആശ്രയമായ നമ്മുടെ ജുഡീഷ്യറിയിൽ പോലും ഇവർ കൈകടത്താൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയും BJP നേതാക്കൾക്കെതിരെയും വിധി പറയുന്ന ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ സ്ഥലം മാറ്റുന്നു, അവരെ പ്രമോഷൻ തടഞ്ഞു വയ്ക്കുന്നു. ഇത് നമ്മുടെ ഗവൺമെന്റ് കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത് നമ്മുടെ പാർട്ടിയാ. ഈ രാജ്യത്തെ എത്രത്തോളം വളർത്തിയത് 10 വർഷം കൊണ്ടാണ്. നരേന്ദ്രമോദിയും BJPയും പറഞ്ഞ ഇന്ത്യ വികസിച്ചത്, ഇന്ത്യ ഡബിൾ എഞ്ചിനായത് ഈ 10 വർഷം കൊണ്ടാണ് എന്ന്. ഈ 10 വർഷം കൊണ്ടാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ. ആരാണ്? നരേന്ദ്രമോദി സർക്കാർ. എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ടാണ് ഇന്ത്യ 3ാം ലോകശക്തിയായി മാറിയത്. GDPയിൽ വളർച്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രചരണം നടത്തുന്നു എന്നതിനപ്പുറമായി, പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് വെളിച്ചമുണ്ടായത്, കറണ്ട് വെളിച്ചം വന്നത്, റോഡ് വന്നത്, ഫാക്ടറികൾ വന്നത്, ഡാമുകൾ ഉണ്ടായത്, അതുപോലെ മെട്രോ ഉണ്ടായത്, വിമാനത്താവളങ്ങൾ ഉണ്ടായത്, ഇതെല്ലാം മോദിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ടാണോ? വിവരമില്ലാത്ത BJPക്കാരൻ ഈ നാട്ടിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നു മോദി സർക്കാർ ഒരിക്കൽ കൂടിയെന്ന്. എന്തിന്? ആർക്ക് വേണ്ടിയാ? അദാനിക്കും അംബാനിക്കും നീരജ് മോദിമാർക്കുമാണ് ഇനി ഒരിക്കൽ കൂടി ഈ സർക്കാർ വരേണ്ടത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർ എന്ത് പ്രയോജനം ലഭിച്ചു? നമുക്കറിയാം. അഭിമാനത്തോടുകൂടി ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തോടെ ഉയർത്തി പറയുന്നു, ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരം കഴിച്ച് ജീവിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെ ആഗ്രഹപ്രകാരം 1ാം മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ്, 1ാം UPA ഗവൺമെന്റ് ആണ് ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നു ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഇരിക്കുകയല്ലേ, ഇല്ലേ? ഈ തൊഴിലുറപ്പ് പദ്ധതി കോവിഡ് വന്നപ്പോൾ നമ്മൾ എങ്ങനെ ആഹാരം കഴിച്ച് കിടന്നു? നമുക്ക് എങ്ങനെ കോവിഡ് വന്നപ്പോൾ ഈ തൊഴിലുറപ്പ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇതുപോലെയുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഏതെങ്കിലും ഒരു വിപ്ലവകരമായ പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്ന് പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർക്കാ മോദി സർക്കാർ കൊണ്ട് പ്രയോജനമുണ്ടായത്? മോദി ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത്? മോദി വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ വിമാനത്തിൽ ആരെയാണ് കൊണ്ടുപോയത്? അദാനിയെ. ഗൗതം അദാനിയാണ് BJPയുടെ സഹയാത്രികൻ, മോദിയുടെ ഏറ്റവും അടുപ്പക്കാരൻ. ആ അദാനിക്ക് കോടാനുകോടി, അദാനിക്ക് കൊള്ളയടിക്കാൻ ഈ രാജ്യത്തെ തീരെഴുതിയ വിമാനത്താവളങ്ങൾ, അതുപോലെ കപ്പൽശാലകൾ, അതുപോലെ നമ്മുടെ പവർ പ്ലാന്റുകൾ എന്നുവേണ്ട ഇന്ത്യയുടെ മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയ നെഹ്റുവിന്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലത്ത് നാം പടുത്തുയർത്തിയ വ്യവസായ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം വിറ്റഴിച്ച് എല്ലാ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ അടിയറ വെച്ച് അദാനിക്കെല്ലാം എഴുതി കൊടുത്ത് ഈ രാജ്യത്തെ നമ്മുടെ സമ്പത്തെല്ലാം കൊള്ളയടിക്കാൻ അവസരം കൊടുത്ത മോദിയുടെ ഭരണം ഇനിയും വരണമെന്നാണ് ഇവിടുത്തെ BJPക്കാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇത് കേരളത്തിൽ ചെലവാകില്ല, ഇത് കേരളത്തിൽ വില പോകില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, ആ പരിപ്പ് ഈ കേരളത്തിൽ വേവുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിങ് എടുക്കാൻ വേണ്ടി മോദി ആഴ്ചയിലൊരിക്കൽ വന്നുകൊണ്ടിരിക്കുക. തൃശ്ശൂരിങ് എടുക്കാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വരാൻ പോകുന്നു. 2 പ്രാവശ്യം വന്നു, ഇനിയും വരാൻ പോകുന്നു. അവർ തൃശ്ശൂരല്ല, കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലവും BJPക്ക് എടുക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന വർഗീയ ഫാസിസത്തിലൂടെ ഈ രാജ്യത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന് കേരളത്തിലെ ജനങ്ങളുടെ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. മോദിയോടെന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. എന്ത് മോദി ഗ്യാരണ്ടി? ഞാൻ ചോദിക്കട്ടെ, നോട്ട് നിരോധനം, ആ നോട്ട് നിരോധനം കൊണ്ടുവന്ന് നമ്മുടെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണോ അത്? തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു, എന്ത് ഗ്യാരണ്ടിയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി ചെയ്തത്? എന്താണ് പറഞ്ഞത്? 10 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട്, ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞു, എന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ വർഷത്തിൽ 2 കോടി തൊഴിൽ ചെറുപ്പക്കാർക്ക് നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 വർഷമായി 20 കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കേണ്ടതായിരുന്നു. തൊഴിൽ കൊടുത്തില്ല. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പെട്രോളിന്റെ ഡീസലിന്റെ വില എന്തൊരു വർധനമാണ്! പെട്രോൾ സെഞ്ചുറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, മോദിയുടെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാണ്? പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്ന, സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഗ്യാരണ്ടിയാണോ മോദിയുടെ ഗ്യാരണ്ടി? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേന്ദ്രത്തിൽ അധികാരത്തിരിക്കുന്ന മോദി സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ പിണറായി സർക്കാരിന് ശക്തമായ താക്കീത് നൽകുവാൻ ഈ അവസരം നാം വിനിയോഗിക്കണം. അതിനുവേണ്ടിയാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നടത്തുന്ന സമരാഗ്നി. ഈ സമരാഗ്നി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2024 ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക്, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സമരാഗ്നി, കേരളമാകെ ആളിപ്പടരുന്ന പ്രതിഷേധത്തിന്റെ, രോഷത്തിന്റെ സമരാഗ്നിയായി ശ്രീ K സുധാകരനും അതോടൊപ്പം തന്നെ ശ്രീ VD സതീഷ് നയിക്കുന്ന സമരാഗ്നി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ സമരാഗ്നി ആളിക്കത്തുന്നു. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അസ്ഥിവാരം തൊണ്ടുന്ന ഒരു സമരാഗ്നിയായി മാറും.